വെൽക്കം ടു M&M ബയോളജി ട്യൂട്ടോറിയൽസ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് HMP ഷണ്ട് പാത്വേ ആണ്. എന്താണ് HMP ഷണ്ട് പാത്വേ? HMP ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ട് പാത്വേ, അതാണ് അതിന്റെ ഫുൾ ഫോം. ഇതിനെ നമ്മൾ പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ എന്നും പറയുന്നുണ്ട്. ആ രണ്ട് പേരുകളും ഓർത്തു വെക്കുക. ഇനി എന്താണ് HMP ഷണ്ട് പാത്വേ? നമുക്കിതിനെ ഗ്ലൈക്കോളിസിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് പാത്വേ എന്ന് പറയാം. നമ്മൾ ഗ്ലൈക്കോളിസിസ് ഒരു പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് പൈറുവേറ്റ് ആയിട്ട് മാറുന്നു. അതിൽ നമുക്ക് ATP ലഭിക്കുന്നുണ്ട്. ഗ്ലൈക്കോളിസിസിൽ നമുക്കറിയാം ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഫോം ചെയ്യുന്നുണ്ട് ഒരു സ്റ്റെപ്പിൽ. അപ്പോൾ ഈ HMP ഷണ്ട് പാത്വേ എന്നാൽ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഉണ്ടായതിനു ശേഷം അത് വേറൊരു റൂട്ടിൽ പോയി NADPHഉം റൈബോസ് 5-ഫോസ്ഫേറ്റും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിലെ മെയിൻ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? റൈബോസ് 5-ഫോസ്ഫേറ്റും NADPHഉം. അത് ഓർത്തിരിക്കുക. അപ്പോൾ ഗ്ലൈക്കോളിസിസിന് തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് പാത്വേ ആണ്. ഗ്ലൈക്കോളിസിസിലെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ സ്റ്റെപ്പ് മുതലാണ് HMP ഷണ്ട് പാത്വേ ആയിട്ട് ചില സന്ദർഭങ്ങൾ അത് മാറുന്നു. അങ്ങനെ HMP ഷണ്ട് പാത്വേ നടന്ന് റൈബോസ് 5-ഫോസ്ഫേറ്റും NADPHഉം ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ഇനി എവിടെയാണ് നടക്കുന്നത്? Where it occurs. ഇത് സെല്ലിന്റെ സൈറ്റോസോളിലാണ് നടക്കുന്നത്. അവിടെ തന്നെയാണ് നമ്മുടെ ഗ്ലൈക്കോളിസിസ് നടക്കുന്നത്. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? ഗ്ലൈക്കോളിസിസ് നമ്മൾ പറഞ്ഞ ഗ്ലൈക്കോളിസിസിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് പാത്വേ ആണ്. ഗ്ലൈക്കോളിസിസിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് പാത്വേ ആണ് HMP ഷണ്ട് പാത്വേ. രണ്ടും ഒരേ സ്ഥലത്താണ് നടക്കുന്നത്. ഓക്കെ. The tissues such as liver, adipose tissue, adrenal gland, erythrocytes, testes and lactating mammary gland are highly active in HMP shunt. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ സ്ഥലങ്ങളിലൊക്കെ HMP ഷണ്ട് ആക്റ്റീവ് ആയിട്ട് നടക്കുന്നു. അതും ഓർത്തിരിക്കുക. ഇനി അടുത്തത് യൂസസ്. എന്തിനാണ് HMP ഷണ്ട് പാത്വേ? ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു റൈബോസ് 5-ഫോസ്ഫേറ്റും NADPHഉം ആണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ റൈബോസ് 5-ഫോസ്ഫേറ്റ് ഉപയോഗിക്കുന്നത് DNA RNA ഒക്കെ ഉണ്ടാക്കുന്നതിനാണ്. അപ്പോൾ അതിന്റെ ഒരു യൂസ് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ NADPH. അപ്പോൾ NADPH മോളിക്യൂൾസ് which helps with building other molecules. വേറെ മോളിക്യൂൾസ് ഉണ്ടാകാൻ നമുക്ക് ഒത്തിരി റിയാക്ഷൻസ് ഒക്കെ ഇങ്ങനെയുള്ള NADPH ആവശ്യമാണ്. അപ്പോൾ അതാണ് അതിന്റെ ഒരു യൂസ്. അതുപോലെ തന്നെ സെൽ ക്യാൻ ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ഹൈലി റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ബൈ NADPH2. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇതൊക്കെ ജസ്റ്റ് വായിച്ചാൽ മതി. പിന്നെ അടുത്തതാണ് ഡെഫിഷ്യൻസി ഇൻ ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് പാത്വേ ഈസ് ലിങ്ക്ഡ് ടു ന്യൂമറസ് ഡിസോർഡേഴ്സ്. അപ്പോൾ ഈ പോയിന്റുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഈ 4 പോയിന്റുകളും അതിന്റെ യൂസസ് ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ മെയിൻ ആയിട്ട് പറയാനുള്ളത് നമുക്ക് NADPH വേറെ റിയാക്ഷൻസ് വേണ്ടി വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റൈബോസ് 5-ഫോസ്ഫേറ്റ് ഓർത്തിരിക്കുക. RNA DNA ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെ ഹെക്സോസ് മോണോഫോസ്ഫേറ്റിന്റെ ഡെഫിഷ്യൻസി വേറെ പല ഡിസോർഡേഴ്സിന് കാരണമാകുമെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ cells can be protected from highly reactive oxygen species by NADPH2. ഇനി അടുത്തതാണ് നമ്മുടെ സ്റ്റെപ്സ്. ഈ പാത്വേ എങ്ങനെ നടക്കുന്നത് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റിലാണ് തുടങ്ങുന്നത്. നമ്മുടെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നുണ്ട് നമ്മുടെ ഗ്ലൈക്കോളിസിസിൽ. ആ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഡയറക്റ്റ് ആയിട്ട് ഗ്ലൈക്കോളിസിസ് പോകാണ്ട് ഒന്ന് വ്യതിചലിച്ചിട്ട് വേറൊരു ടേമിൽ പോകുകയാണെങ്കിൽ അങ്ങനെ ആ പോകുന്ന പോക്കിനെയാണ് നമ്മൾ ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ട് പാത്വേ. അതുകൊണ്ടാണ് ആ പേര് ഷണ്ട് പാത്വേ. ഒന്ന് ജസ്റ്റ് വ്യതിചലിച്ച് ഇങ്ങനെ മാറി അടുത്ത പാത്വേയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആദ്യത്തേത് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് 6-ഫോസ്ഫോ ഗ്ലൂക്കാനോ ആയിട്ട് മാറുന്നതാണ്. അപ്പോൾ ഈ ടേമുകൾ ഈ പേരൊക്കെ നമ്മൾ ഇങ്ങനെ പഠിക്കണം. അപ്പോൾ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് 6-ഫോസ്ഫോ ഗ്ലൂക്കാനോ ആയിട്ട് മാറുന്നു. അതിനുപയോഗിക്കുന്ന ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം എന്താണ്? ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജിനേസ്. ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹൈഡ്രജൻ റിമൂവൽ. അപ്പൊ നമ്മൾ അത് ഓർത്തിരിക്കുക. ഹൈഡ്രജൻ റിമൂവൽ. ഈ റിമൂവ് ചെയ്ത ഹൈഡ്രജൻ എങ്ങോട്ടെങ്കിലും ആഡ് ചെയ്യപ്പെടണ്ടേ? അങ്ങനെ ആഡ് ചെയ്യപ്പെട്ടതാണ് NADPH+ലേക്ക്. NADPHലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ട് NADPയിലേക്ക് ആഡ് ചെയ്യപ്പെട്ട് NADPH ആയിട്ട് മാറുന്നു. അപ്പൊ അത്ര ഓർത്തിരിക്കുക. എന്തായിരുന്നു? ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് അതിനെ ഡീഹൈഡ്രോജനേസ് എൻസൈം വഴി, അതായത് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം വഴി ഡീഹൈഡ്രോജനേഷൻ നടന്ന് 6-ഫോസ്ഫോ ഗ്ലൂക്കാനോ ആയിട്ട് മാറുന്നു. അപ്പോൾ ഹൈഡ്രജൻ ഇതിൽ നിന്ന് റിമൂവ് ആയി പോയി അത് NADPയിലേക്ക് കയറുന്നു. NADPH ആയിട്ട് മാറുന്നു. അതോർത്തല്ലോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് 6-ഫോസ്ഫോ ഗ്ലൂക്കാനോ അത് ഗ്ലൂക്കാനോ ഹൈഡ്രോലേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിൽ 6-ഫോസ്ഫോ ഗ്ലൂക്കോണേറ്റ് ആയിട്ട് മാറുന്നു. ഒരു സിമ്പിൾ സ്റ്റെപ്പ് ആണ്. ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ് പോലെ പറയാം. നമ്മൾ മിക്ക റിയാക്ഷൻസിനും ചിലപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കണ്ടൊന്നും വരില്ല. പക്ഷേ ഈ സ്റ്റെപ്പ് അതിന്റെ ഇടയിലുള്ള ഒരു സ്റ്റെപ്പാണ്. അത് ഓർത്തിരിക്കുക. 6-ഫോസ്ഫോ ഗ്ലൂക്കാനോ ആയിട്ട് മാറുന്നു. ഈ പേരൊക്കെ ഇങ്ങനെ തന്നെ പഠിക്കണം. ഇനി നെക്സ്റ്റ് 6-ഫോസ്ഫോ ഗ്ലൂക്കാനോ
റിബുലോസ് 5 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. അവിടെ നമുക്ക് NADPH കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന എൻസൈമിന്റെ പേരെന്താണ്? ഫോസ്ഫോ ഗ്ലൂക്കോണോലാക്ടോൺ ഡീഹൈഡ്രോജനേസ്. ഡീഹൈഡ്രോജനേസ്. അപ്പൊ നമ്മൾ എവിടെയൊക്കെ ഡീഹൈഡ്രോജനേസ് എൻസൈം കണ്ടു? ആദ്യത്തെ പൊസിഷനിൽ എവിടെ? ഗ്ലൂക്കോ 6 ഫോസ്ഫേറ്റ് 6 ഫോസ്ഫോ ഗ്ലൂക്കോണോലാക്ടോൺ ആകുമ്പോൾ ഒരു ഡീഹൈഡ്രോജനേസ് എൻസൈം കണ്ടു. അതുപോലെ തന്നെ 6 ഫോസ്ഫോ ഗ്ലൂക്കോണേറ്റ് റിബുലോസ് 5 ഫോസ്ഫേറ്റ് ആകുമ്പോൾ നമുക്ക് അവിടെയും ഒരു ഡീഹൈഡ്രോജനേസ് കണ്ടു. അപ്പൊ നമുക്ക് ഡീഹൈഡ്രോജനേസ് എൻസൈം കാണുമ്പോൾ എന്ത് മനസ്സിലാക്കാം? ഹൈഡ്രജൻ റിമൂവൽ നടന്നിട്ടുണ്ട്. ആ ഹൈഡ്രജൻ NADP-യിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. അങ്ങനെ NADPH ഉണ്ടായി. അതുപോലെ തന്നെ ഇവിടെ CO2ന്റെ ലിബറേഷനും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പിൽ ഇത്രയും ഭാഗത്ത് നമുക്ക് എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് ഈ ഭാഗത്ത് കിട്ടിയത് എന്താണ്? റിബുലോസ് 5 ഫോസ്ഫേറ്റ്. അപ്പോൾ ഇത്രയും റിയാക്ഷൻ നമ്മൾ ഓക്സിഡേറ്റീവ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. അടുത്തത് റിബുലോസ് 5 ഫോസ്ഫേറ്റ് വരെ ഉണ്ടായി. അതിനുശേഷം ഇതിന് എപ്പിമറൈസേഷൻ നടക്കാം, ഐസോമറൈസേഷൻ നടക്കാം. എപ്പിമറൈസേഷൻ നടന്ന് സൈലോസ് 5 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. ഐസോമറൈസേഷൻ നടന്ന് റൈബോസ് 5 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. അപ്പൊ ഈ പേരുകൾ ഇങ്ങനെ തന്നെ ഓർത്തു വെക്കുക. ഇതിനുശേഷം റൈബോസ് 5 ഫോസ്ഫേറ്റ് ഒരു 5 കാർബൺ കോമ്പൗണ്ട് ആണ്. സൈലോസ് 5 ഫോസ്ഫേറ്റും ഒരു 5 കാർബൺ കോമ്പൗണ്ട് ആണ്. ഈ 5th പൊസിഷനിലാണ്, ലാസ്റ്റ് കാർബണിലാണ് ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനുശേഷം ട്രാൻസ് കീറ്റോലേസ് എന്ന് പറഞ്ഞ എൻസൈം ആണ് ഇവിടെ ഈ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ സൈലുലോസ് 5 ഫോസ്ഫേറ്റിലെ 2 കാർബൺ റൈബോസ് 5 ഫോസ്ഫേറ്റിലേക്ക് മാറി. അങ്ങനെ ഇത് സെഡോഹെപ്റ്റലോസ് 7 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. ഇവിടെ ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റും ഫോം ചെയ്യുന്നു. ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ 3 കാർബൺ തന്നെ ഉണ്ടെന്ന് വിചാരിക്കുക. കാരണം ഏറ്റവും ലാസ്റ്റത്തെ കാർബൺ പൊസിഷനിലാണ് ഇവിടെ ഫോസ്ഫേറ്റുകൾ അറ്റാച്ച് ചെയ്യപ്പെടുന്നത്. ഇവിടെ 7 ഫോസ്ഫേറ്റ് 7 കാർബൺ ആണുള്ളത്. ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്. സെഡോഹെപ്റ്റലോസ് 7 ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് സെഡോഹെപ്റ്റലോസ് എന്ന് പറയുന്നത് ഒരു 7 കാർബൺ കോമ്പൗണ്ട് ആണ്. അതിനുശേഷം ട്രാൻസ് ആൽഡോലേസ് എന്ന് പറഞ്ഞ എൻസൈം ആണ് ആക്ട് ചെയ്യുന്നത്. ട്രാൻസ് ആൽഡോലേസ് എൻസൈം ആക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റും എറിത്രോസ് 4 ഫോസ്ഫേറ്റും. അപ്പോൾ ഈ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് നമുക്ക് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിന് ഡയറക്റ്റ് ആയിട്ട് ഗ്ലൈക്കോളിസിസിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ചില സമയങ്ങളിൽ ഗ്ലൈക്കോളിസിസിലേക്ക് ഇത് നേരിട്ട് എൻ്റർ ആവുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ റിയാക്ഷനിൽ അടുത്ത് സംഭവിക്കാവുന്നതാണ് ട്രാൻസ് കീറ്റോലേസ് എൻസൈം വഴിയുള്ള റിയാക്ഷൻ. ട്രാൻസ് കീറ്റോലേസ് എൻസൈം നമ്മൾ നേരത്തെയും കണ്ടു, ഈ മേളിലും കണ്ടു. ഇവിടെയും ട്രാൻസ് കീറ്റോലേസ് എൻസൈം ആക്ട് ചെയ്തിട്ട് ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റും ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റും ഉണ്ടാവുന്നു. അപ്പോൾ നമുക്ക് ഈ മേളിലും ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഉണ്ടായി, ഇവിടെയും ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഉണ്ടായി. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റുകൾ ഗ്ലൈക്കോളിസിസിലേക്ക് എൻ്റർ ആവാം. അപ്പോൾ നമുക്ക് ഇത്ര ഉള്ള ഈ റിയാക്ഷൻസ് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഒന്നുകൂടി വേണമെങ്കിൽ പറയുവാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിലാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണ്? ഗ്ലൈക്കോളിസിസിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് പാത്വേ ആണെന്ന് പറഞ്ഞു. ഗ്ലൈക്കോളിസിസിനെ ഷണ്ട് പാത്വേ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? HMP ഷണ്ടിനെ. അത് ഗ്ലൈക്കോളിസിസിനെ ജസ്റ്റ് ഒന്ന് ആ ഗ്ലൈക്കോളിസിസിന്റെ സ്റ്റെപ്പിൽ നിന്നും ഒന്ന് മാറി വേറൊരു പാത്വേ ആയിട്ട് പോകുന്നതുകൊണ്ടാണ് ആ പാത്വേനെ HMP ഷണ്ട് പാത്വേ എന്ന് വിളിക്കുന്നത്. അതിൽ ആദ്യത്തെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് 6 ഫോസ്ഫോ ഗ്ലൂക്കോണോലാക്ടോൺ ആയിട്ട് മാറുന്നതാണ്. അവിടെ നമുക്കൊരു NADPH കിട്ടിയുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത റിയാക്ഷൻ നോക്കുക. അതിനുശേഷം 6 ഫോസ്ഫോ ഗ്ലൂക്കോണോലാക്ടോൺ റിബുലോസ് 5 ഫോസ്ഫേറ്റ് ആകുമ്പോൾ നമുക്കൊരു NADPH കിട്ടുന്നുണ്ട്. അത് രണ്ടും എന്തായാലും ഓർത്തിരിക്കുക. ഈ ഇടയ്ക്കത്തുള്ള ഈ സ്റ്റെപ്പ് മറന്നുപോയാലും ഈ ആദ്യത്തെ ഈ ഭാഗത്തുള്ള NADPH കിട്ടുന്ന സ്റ്റെപ്പുകൾ എന്തായാലും ഓർത്തിരിക്കുക. അതിനുശേഷം എപ്പിമറൈസേഷനും ഐസോമറൈസേഷനും നടക്കുന്നുണ്ട്. എപ്പിമറൈസ് എൻസൈം വഴി നമുക്ക് കിട്ടുന്നത് സൈലോസ് 5 ഫോസ്ഫേറ്റും ഐസോമറൈസ് വഴി കിട്ടുന്നത് റൈബോസ് 5 ഫോസ്ഫേറ്റും. ഈ 5ന്റെ ഈ 5th പൊസിഷനിലാണ് ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ 5 ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാത്തിന്റെ കേസിലും. അപ്പോൾ ഇവിടെ നിന്ന് 2 കാർബൺ റൈബോസ് 5 ഫോസ്ഫേറ്റിലേക്ക് പോയിട്ടാണ് ഇവിടെ ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റും സെഡോഹെപ്റ്റലോസ് 7 ഫോസ്ഫേറ്റും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ താഴെയുള്ള റിയാക്ഷൻസും അങ്ങനെ നടക്കുന്നു. ഈ താഴെയുള്ള റിയാക്ഷനിൽ നമുക്ക് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റുകൾ 2 സ്ഥലത്ത് കാണാവുന്നതാണ്. ആ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റുകൾ ഗ്ലൈക്കോളിസിസ് പാത്വേയിലേക്ക് കയറാൻ സാധിക്കും. അങ്ങനെ കയറുന്നുമുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ട് പാത്വേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ പുതിയ വീഡിയോയ്ക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ വരും, അതൊന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കറക്റ്റ് സമയത്ത് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.